നമസ്കാരം. ഇന്നലെ ഗവർണർക്കെതിരെ വലിയ പ്രതിഷേധമാണ് SFI ഉയർത്തിയത് എങ്കിൽ ഇന്ന് അതുണ്ടായില്ല. ഗൺമാനെ ഇന്നലെ ന്യായീകരിച്ച മുഖ്യമന്ത്രി ഇന്ന് വിഷയത്തിൽ മിണ്ടിയതുമില്ല. കോവിഡ് കേസുകൾ ഉയരുന്നുണ്ട്. വയനാട്ടിലെ നരഭോജി കടുവ ഇന്നും കാണാമറയത്ത് തന്നെ. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വിശദമായി ഇന്ന് സംഭവിച്ചത് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വണ്ടിപ്പെരിയാർ വിഷയത്തിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ DGP ഓഫീസിലേക്ക് നടത്തുന്ന മാർച്ചിനിടെ വീണ്ടും സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സലിം മാലിക്കുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലിം, ഈ സംഘർഷാവസ്ഥ തുടരുകയാണല്ലോ. നേരത്തെയും പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറിയിരുന്നു. പിന്നീടും അത് ആവർത്തിക്കുന്നതാണോ കണ്ടത്? എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? സലിം. വണ്ടിപ്പെരിയാർ വിഷയത്തിലാണ് മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച്. DGPയുടെ വസതിയിലേക്കാണ് മാർച്ച് നടത്തുന്നത്. ഇന്നലെ ഇതേ വിഷയത്തിൽ തന്നെ മഹിളാ മോർച്ച പ്രവർത്തകർ DGPയുടെ വസതിയിൽ കയറി പ്രതിഷേധിച്ചിരുന്നു. ഇന്ന് മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം. സലിം മാലിക് ഇപ്പോൾ ചേരുന്നുണ്ട്. സലിം, പ്രതിഷേധം തുടരുകയാണല്ലോ. കഴിഞ്ഞ അരമണിക്കൂറിലധികമായി ഇവിടെ DGP ഓഫീസിന് മുന്നിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ. വലിയ മഴ, തിരുവനന്തപുരം നഗരത്തിൽ വലിയ മഴ കൊണ്ടാണ് സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശബ്ദത്തിൽ ചെറിയൊരു സാങ്കേതിക പ്രശ്നമുള്ളത് കൊണ്ടാണ്. സലിമിലേക്ക് വളരെ വേഗത്തിൽ എത്താം. ഏതായാലും അവിടെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം ഇപ്പോൾ തുടരുകയാണ്. ബാരിക്കേഡ് മറികടക്കാനൊക്കെ നേരത്തെ പ്രവർത്തകർ ശ്രമിച്ചിരുന്നു. പോലീസിന്റെ ജലപീരങ്കി പ്രയോഗമുണ്ടായി. സലിം മാലിക് ചേരുന്നുണ്ട്. സലിം, പറയൂ. വണ്ടിപ്പെരിയാർ വിഷയത്തിൽ ആരോഗ്യകാരിക്ക് നീതി വേണമെന്ന ആവശ്യമായാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ DGP ഓഫീസിന് മുന്നിലേക്ക് മാർച്ച് നടത്തിയത്. വലിയ മഴയെ അവഗണിച്ചുകൊണ്ടായിരുന്നു ഈ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ച്. ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് VM സുധീരൻ തന്നെ ഈ കേസ് CBIക്ക് വിടണമെന്നൊരു ആവശ്യം ഉന്നയിച്ചു. പ്രധാനമായും കോടതിയുടെ മേൽ സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മഹിളാ കോൺഗ്രസിന്റെ മാർച്ച് ഇപ്പോഴും അവിടെ സംഘർഷാവസ്ഥയുണ്ട്. പ്രവർത്തകർ ബാരിക്കേഡിന് മുന്നിൽ കൂടി നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. നേരത്തെ ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായി. പോലീസിന്റെ ജലപീരങ്കി പ്രയോഗമുണ്ടായി. ഇപ്പോൾ പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ അവിടെ അണിനിരക്കുന്നത്. വണ്ടിപ്പെരിയാർ വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വളരെ വലിയ വീഴ്ചയുണ്ടായി എന്നാണ് ഇവരുടെ ആരോപണം. ഈ വിഷയത്തിൽ ഇടപെടലുണ്ടാകണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. CBI അന്വേഷണം വേണമെന്നുള്ള ആവശ്യം കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നു. ഇത് വലിയ പ്രതിഷേധ വിഷയമായി മാറുന്നുണ്ട്. ഇന്നലെ DGPയുടെ വസതിയിൽ കയറി മഹിളാ മോർച്ച പ്രവർത്തകർ പ്രതിഷേധിച്ചു. അവർക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിനടക്കം കേസെടുക്കുകയും ചെയ്തു. തൊട്ട് പിറ്റേ ദിവസമാണിപ്പോൾ മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടാകുന്നത്. പിന്മാറാൻ ഇപ്പോഴും പ്രവർത്തകർ കൂട്ടാക്കുന്നില്ല. നേരത്തെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ ജലപീരങ്കി പ്രയോഗമുണ്ടായിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. ഏതായാലും പിന്തിരിയാൻ കൂട്ടാക്കുന്നില്ല മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ. അവർ ഇപ്പോഴും കൂടി നിന്ന് പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയാണ്. സലിം മാലിക് വീണ്ടും ചേരുന്നുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. സലിം, കേൾക്കാമെങ്കിൽ പറയൂ. ഉമേഷ്, സമരം അരമണിക്കൂർ പിന്നിട്ടിട്ടും ഇപ്പോഴും തുടരുക തന്നെയാണ്. മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ സമരത്തിന്റെ ശക്തി കൂടുതൽ മൂർച്ഛിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഒരല്പം സമാധാനപരമായി നടത്തിയ സമരം അത് പിന്നീട് VM സുധീരൻ ഉദ്ഘാടനം ചെയ്ത് പോയതിനു ശേഷം പ്രവർത്തകർ ബാരിക്കേഡിന് സമീപത്തേക്ക് വരികയായിരുന്നു. അതിനുശേഷം ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് ഏറെ നേരം പോലീസിനെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കി. അതിന് പിന്നാലെ തന്നെ ബാരിക്കേഡിന്റെ ഒരു വശത്ത് ചേർന്നുകൊണ്ട് DGP ഓഫീസിന് സമീപത്തേക്ക് ബാരിക്കേഡ് മറികടന്ന് കടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇതിനെ തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തുതള്ളും വാക്കേറ്റവും ഉണ്ടായി. വലിയ നിലയിലുള്ള വാക്കേറ്റം പോലീസുമായി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസിന് വലിയ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് DGP ഓഫീസിൽ സംഭവിച്ചിരുന്നു. ഇന്നലെ മഹിളാ മോർച്ച പ്രവർത്തകർ
ഈ വീടിനുള്ളിലേക്ക് DGPയുടെ ഔദ്യോഗിക വസതിക്ക് അകത്തേക്ക് കയറുകയും അവിടുത്തെ സിറ്റ് ഔട്ടിൽ കയറിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്യുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നത് പോലീസിന് തന്നെ വലിയ ക്ഷീണമായിരുന്നു. പോലീസിൽ വിശദീകരണം ഉൾപ്പെടെ ചോദിച്ചതാണ്. അതിന് തൊട്ടു പിന്നാലെ വലിയ സുരക്ഷ ഇവിടേക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിലൊരു മാർച്ച് നടത്തുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ. പക്ഷേ മഴയായതുകൊണ്ട് ഈ മാർച്ച് മാറ്റിവെക്കുമോ എന്നുള്ള സംശയം പോലീസിനുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇല്ലാതെ വലിയ മഴയെ അവഗണിച്ചുകൊണ്ട് തന്നെ ഈ പ്രവർത്തകർ ഇവിടേക്ക് എത്തുകയും വലിയ നിലയിൽ ഒരു സമരത്തിലേക്ക് പോവുകയും ചെയ്തു. മാത്രമല്ല ഇവർ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം DGPയുടെ വസതിയിലേക്കാണ്. ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞിരിക്കുന്നു. ജലപീരങ്കി പ്രയോഗം തുടർച്ചയായി ഉണ്ടാകുന്നു. പക്ഷേ അപ്പോഴും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. വണ്ടിപ്പെരിയാർ കേസിലെ കോടതി വിധി വന്നതിന് പിന്നാലെയാണ് പോലീസ് വീഴ്ചയെക്കുറിച്ച് ആരോപണങ്ങൾ ഉയർന്നത്. പക്ഷേ പോലീസ് ഈ ആരോപണങ്ങളൊക്കെ തള്ളുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞത് വീഴ്ചയുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കോടതി പക്ഷേ എന്തൊക്കെ വീഴ്ചകൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നത് എണ്ണിപ്പറഞ്ഞിരുന്നു. വിധിന്യായത്തിൽ അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. 8 കാര്യങ്ങൾ കോടതി അക്കമിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. രക്തസാമ്പിൾ എടുക്കുന്നതിലടക്കം വീഴ്ചയുണ്ടായി എന്നതടക്കം, DNA പരിശോധന നടത്തിയില്ല എന്നതടക്കം, അങ്ങനെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞായിരുന്നു കോടതിയുടെ വിധിയുണ്ടായത്. അതിന് തൊട്ടു പിന്നാലെയാണ് പോലീസിന്റെ വീഴ്ച സംബന്ധിച്ച ആരോപണങ്ങൾ ഉയർന്നതും പ്രതിഷേധം ഉയർന്നതും. സലിം, ഈ ശബ്ദ പ്രശ്നം ഇടയ്ക്കിടെ ഉണ്ടാകുന്നുണ്ട്. സലിം, കേൾക്കാമെങ്കിൽ? ഇപ്പോഴും സംഘടിച്ച് തന്നെ നിൽക്കുകയാണല്ലോ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ, അല്ലേ? ഇപ്പോൾ ഈ സമരം ഈ പ്രവർത്തകർ പോലീസിന് മുന്നിലേക്ക്, പോലീസ് വാഹനത്തിന് മുന്നിലേക്ക് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനായി കൊണ്ടുവന്ന പോലീസ് വാഹനത്തിന് മുന്നിലേക്ക് മാറുകയാണ്. അറസ്റ്റ് ചെയ്ത് നീക്കാനായി കൊണ്ടുവന്ന പോലീസ് വാഹനത്തിന് മുന്നിലേക്ക് മാറുകയാണ് പ്രവർത്തകർ. ഇപ്പോൾ ഇവർ ഈ സമരം അവസാനിപ്പിച്ച് മടങ്ങാനുള്ളൊരു തീരുമാനത്തിലാണ്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിനെയും സർക്കാരിനെയും ഏറ്റവും വലിയ രീതിയിൽ ഇവർക്കെതിരെ നടത്താവുന്ന ഒരു സമരമെന്ന നിലയിലാണ് പ്രതിപക്ഷ സംഘടനകളൊക്കെ ഈ വിഷയത്തെ കാണുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്നലെ ഈ പ്രതിപക്ഷ സംഘടനകളുടെ തന്നെ വനിതാ പ്രവർത്തകരെ ഇറക്കിക്കൊണ്ടുള്ള സമരത്തിലേക്ക് കടന്നത്. ഇന്നലെ വനിതാ മോർച്ചയുടെ ഒരു സമരമുണ്ടായിരുന്നു. അത് വലിയ സുരക്ഷാ വീഴ്ച, പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലും വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്ന നിലയിലേക്ക് മാറിയതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് വനിതാ കോൺഗ്രസ് പ്രവർത്തകർ, മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ കൂടി ഇപ്പോൾ ഈ DGP ഓഫീസിന് മുന്നിലേക്ക് മാർച്ച് നടത്തിയത്. പോലീസിന്റെ ഒരു വീഴ്ച, മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും വീഴ്ച എന്ന നിലയിലേക്ക് ഈ കാര്യത്തെ പ്ലേസ് ചെയ്യുക, വണ്ടിപ്പെരിയാർ വിഷയത്തെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രവർത്തകർ, കോൺഗ്രസിന്റെയും ഒപ്പം BJPയുടെയും ലക്ഷ്യം. ആ നിലയിലാണ് ഇത്തരത്തിലൊരു സമരം നടത്തുന്നത്. എന്തായാലും ഇപ്പോൾ പ്രവർത്തകരുടെ അറസ്റ്റ് വരിക്കാൻ തയ്യാറായില്ല. ഒരു മണിക്കൂർ നീണ്ട സമരത്തിന് പിന്നിൽ ജലപീരങ്കി ശേഷം ഇവർ പ്രവർത്തകർ തിരികെ മടങ്ങി ഇന്ദിരാഭവനിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനായി പോലീസ് എത്തിയപ്പോഴേക്കായിരുന്നു ഇത്തരത്തിൽ പ്രവർത്തകർ ഈ സമരം സ്വയം അവസാനിപ്പിച്ച് പിരിഞ്ഞു പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ശരി, സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇപ്പോൾ സമരം അവസാനിപ്പിച്ച് പിരിഞ്ഞു പോകാൻ ഒരുങ്ങുകയാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ. ഗവർണർക്കെതിരെ ഇന്ന് SFI പ്രതിഷേധമില്ല. ഗവർണർക്കെതിരായ SFI പ്രതിഷേധത്തെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി. ഗവർണറുടെ നടപടി സ്വാഭാവികമായ പ്രതിഷേധം വിളിച്ചു വരുത്തുന്നതാണ്. ഗവർണർ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന അവസ്ഥയിൽ എത്തി. കേരളത്തിലെ ഗവർണർ ആണെന്ന് മറന്നുപോവുകയാണ്. പ്രതിഷേധിക്കുന്നവരെ ബ്ലഡി ക്രിമിനൽസ് എന്നും ഗുണ്ടാസ് എന്നും പൊതുപ്രവർത്തകനായിരുന്ന ഒരാൾക്ക് എങ്ങനെയാണ് വിളിക്കാൻ കഴിയുന്നത്? RSSൽ നിന്ന് കിട്ടിയ നിർദ്ദേശത്തിന്റെ ഭാഗമാണ് ഈ നടപടിയൊക്കെയെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. അദ്ദേഹം ജനപ്രതിനിധിയായിട്ട് ഇരുന്നിട്ടുണ്ട്, മന്ത്രിയായി ഇരുന്നിട്ടുണ്ട്, ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് പ്രക്ഷോഭകരെ നോക്കി ബ്ലഡി ക്രിമിനൽസ്, ഗൂണ്ടാസ് എന്നൊക്കെ വിളിക്കാൻ കഴിയുന്നത്? അങ്ങനെ ആ രീതിയിലാണോ ഒരു സാധാരണഗതിയിൽ ഒരു പൊതുപ്രവർത്തകനായിരുന്നയാള് പ്രക്ഷോഭത്തെ സമീപിക്കേണ്ടത്? ഗവർണർക്കെതിരെ മന്ത്രിമാരും വിമർശനം തുടരുകയാണ്. നിയമസഭ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടും ചാൻസലർ പദവിയിൽ കടിച്ചു തൂങ്ങിക്കിടക്കരുത് എന്നായിരുന്നു മന്ത്രി P. രാജീവിന്റെ പ്രതികരണം. സർക്കാർ സുരക്ഷയിൽ നിന്ന് പേരക്കുട്ടികളുടെ പ്രായമുള്ളവരെ വെല്ലുവിളിക്കുന്ന ഗവർണർ സ്വന്തം പ്രായമെങ്കിലും ഓർക്കണമെന്നായിരുന്നു മന്ത്രി MP. രാജേഷ് പറഞ്ഞത്. അല്ല, ഗവർണർക്കെതിരെ കുട്ടികൾ സമരം ചെയ്യുന്നില്ല. ഗവർണർ ഒരു ഭരണഘടനാ പദവിയാണ്. ചാൻസലർ ഞങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് നിയമസഭ. ചാൻസലർക്കെതിരെയാണ് വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ചാൻസലർമാർ ഉന്നത വിദ്യാഭ്യാസത്തെ തകർക്കും എന്ന് മനസ്സിലാക്കിയിട്ടാണ് നിയമസഭ ഇദ്ദേഹം ചാൻസലർ ആകേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. അപ്പൊ ഞങ്ങൾ കൊടുത്തൊരു അധികാരം ഞങ്ങൾ തന്നെ പിൻവലിച്ചിട്ടും ഗവർണർ എന്ന ഭരണഘടനാ പദവി അനുസരിച്ച് താൻ കൂടി ഒപ്പുവെക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ആ പദവിയിൽ അടയിരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്.
അതെന്തിനാണെന്ന് ഇപ്പോൾ വ്യക്തമായി. അത് ഒരു കാവ്യവൽക്കരണത്തിനാണ്. സംഘപരിവാര താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള സിലബസുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമവുമാണ് ചാൻസലർ എന്ന പദവിയിൽ കടിച്ചു തൂങ്ങി അദ്ദേഹം നടത്തുന്നത്. അതിനെതിരെയുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് അവിടെ നടക്കുന്നത്. ഗവർണറെ പോലൊരാൾ റോട്ടിലൂടെ ഇറങ്ങി നടന്ന് വെല്ലുവിളിക്കുകയാണ്. കിരീടം സിനിമയിലെ ഈ മറ്റേ സേതുവട്ടനെ തൊടാൻ ആരടാ ഉള്ളതെന്ന് വെച്ച് നടക്കുന്ന കൊച്ചിൻ ഹനീഫയെ ഓർമ്മിപ്പിക്കുകയാണ് ഗവർണർ. അതല്ലേ കാണുന്നത്. പോലീസ് സുരക്ഷയിൽ ഇരുവശത്തും പോലീസ് എന്നുള്ള ധൈര്യത്തിലാണല്ലോ ഈ ഇറങ്ങിയിട്ട് കുട്ടികളെ വെല്ലുവിളിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ആരെയാണ് ഇദ്ദേഹം വെല്ലുവിളിക്കുന്നത്? പേരക്കുട്ടികളുടെ പ്രായമുള്ള കുട്ടികളോടാണ് ഏറ്റുമുട്ടാൻ നടക്കുന്നത്. അവരെയാണ് വെല്ലുവിളിക്കുന്നത്. ഇതാണ് എങ്കിൽ എങ്ങനെയാണ് ഇദ്ദേഹത്തോട് അടുപ്പമുള്ളവർ സഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. ഗവർണറുടെ സ്ഥാനത്തുനിന്ന് പോട്ടെ, മിനിമം അവനവന്റെ പ്രായമെങ്കിലും കണക്കിലെടുക്കണ്ടേ. SFIയുടെ പ്രതിഷേധ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയിലാണ് കാലിക്കറ്റ് സർവകലാശാല. സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഗവർണർക്കെതിരെ ഇന്ന് SFI പ്രതിഷേധമില്ല. സമീർ ബിൻ കരീം ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് ചേരുന്നുണ്ട്. സമീർ, ഇന്നലെ നമ്മൾ കണ്ടതാണ് അവിടെ SFIയുടെ പ്രതിഷേധ പരമ്പര, ഗവർണർ എത്തുന്നതിന് മുൻപും ശേഷവുമൊക്കെ. ഇന്ന് ഒരു സ്വകാര്യ പരിപാടിയായതുകൊണ്ട് പ്രതിഷേധം വേണ്ട എന്നതാണോ SFIയുടെ നിലപാട്? സമീർ, ഉന്മേഷ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇന്ന് ഗവർണർക്ക് ഒരു പരിപാടി മാത്രമാണ് ഉണ്ടായിരുന്നത്. കോഴിക്കോട് വെച്ച് ഒരു സ്വകാര്യ വിവാഹ ചടങ്ങ് മാത്രമായിരുന്നു ഈ ഗവർണർക്ക് ഇന്ന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു പരിപാടികളില്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ പ്രതിഷേധിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്കാണ് SFI ഇന്ന് എത്തിയത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ ഇന്നലത്തെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ വലിയ രൂക്ഷ വിമർശനങ്ങളാണ് ഇന്ന് മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ മന്ത്രിമാരും ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. മുഖ്യമന്ത്രി പറയുന്നത് ഗവർണർ സ്വീകരിക്കുന്നത് RSS നിലപാടാണെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനം. അതോടൊപ്പം തന്നെ ഗവർണർ അദ്ദേഹത്തിന്റെ ഇരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് ഓർമ്മയില്ലെന്നും മുഖ്യമന്ത്രി തുറന്നടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്നലെയാണ് ഗവർണർ മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ പ്രതിഷേധിക്കുന്ന SFI പ്രവർത്തകരെ അദ്ദേഹം വിശേഷിപ്പിച്ചത് മുഖ്യമന്ത്രി പറഞ്ഞേക്കുന്ന വാടക ഗുണ്ടകളാണ് എന്നുള്ള തരത്തിലായിരുന്നു ഇന്നലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിശേഷിപ്പിച്ചത്. ഇതിനെയാണ് മുഖ്യമന്ത്രി അതിരൂക്ഷമായി വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം തന്നെ സർവകലാശാലകളിൽ ചാൻസലർക്കെതിരെ നടത്തുന്ന SFI പ്രതിഷേധം ആസൂത്രണം ചെയ്തത് മുഖ്യമന്ത്രിയാണെന്നുള്ള അടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഇന്നലെ ഗവർണർ വ്യക്തമാക്കി പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ ഗവർണർ എന്തൊക്കെ വിളിച്ചു പറയുകയാണെന്നും മുഖ്യമന്ത്രി അതിരൂക്ഷമായി തന്നെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ മന്ത്രി P രാജീവും MP രാജേഷും അടക്കമുള്ളവർ SFI പ്രവർത്തകരുടെ സമരത്തെ ന്യായീകരിച്ചും ഈ ഗവർണറെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടും രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും ഈ MP രാജേഷ് വ്യക്തമാക്കിയ പോലെ തന്നെ നിലവിൽ ഈ സർവകലാശാലയിൽ എവിടെയും തന്നെ SFIയുടെ പ്രതിഷേധമുള്ളത് ഗവർണർ എന്നുള്ള ഒരാൾക്കെതിരെയല്ല, മറിച്ച് ചാൻസലർക്കെതിരെയാണ് പ്രതിഷേധം എന്നുള്ളതാണ് ആവർത്തിച്ച് SFIയും ഒപ്പം തന്നെ ഈ മന്ത്രിമാരും വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഗവർണർ എപ്പോഴാണ് മടങ്ങുന്നത് അവിടെ നിന്ന്? സമീർ, ഒപ്പം തന്നെ ഉന്മേഷ്, ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തങ്ങുന്ന ഗവർണർ നാളെയാണ് ഇവിടെ സനാതന ധർമ്മപീഠത്തിന്റെ ഒരു സെമിനാറിൽ പങ്കെടുക്കുന്നത്. അതിനുശേഷം വൈകുന്നേരമായിരിക്കും ഗവർണർ ഇവിടെ നിന്നും മടങ്ങുക. ഉന്മേഷ്, ശരി. ഏതായാലും ഇന്ന് പ്രതിഷേധമില്ല. അത് സ്വകാര്യ ചടങ്ങിൽ ഗവർണർ പങ്കെടുക്കുന്നത് കൊണ്ടാണ്. നാളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗവർണറുണ്ട്. SFIയുടെ പ്രതിഷേധം ഉണ്ടാവുകയോ എന്നത് കണ്ടറിയുകയും ചെയ്യാം. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. ഗവർണർക്കെതിരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കവാടത്തിൽ SFI കെട്ടിയ ബാനർ നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ച് ഗവർണർ കാറിൽ നിന്ന് ഇറങ്ങി നടന്നാണ് ഗവർണർ സ്ഥലത്തേക്ക് എത്തിയത്. Have you reported to the police how these banners are there? And have you taken any action? और अगर जवाब आए कल इसके खिलाफ एक्शन लेना है. भेजिए कि have you reported to the police how these banners are there? ഗവർണർ അത്തരത്തിലൊരു ഇടപെടൽ നടത്തുകയാണ്. അദ്ദേഹത്തിനെതിരെ ഒരു ബാനർ പ്രത്യക്ഷപ്പെട്ടു, അത് നീക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഗവർണർ ഇപ്പോൾ നൽകുന്നത്. VCയോട് വിശദീകരണം ചോദിക്കാനാണ് രാജ്ഭവൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ബാനറുകൾ കെട്ടാൻ അനുവദിച്ചത് എന്തുകൊണ്ട് നീക്കം ചെയ്തില്ല എന്നീ കാര്യങ്ങൾ അറിയിക്കണം എന്നാണ് നിർദ്ദേശം. ഉടൻ ബാനറുകൾ നീക്കം ചെയ്യാനും ഗവർണർ നിർദ്ദേശം നൽകി. അതിനിടെ കാലിക്കറ്റ് സർവകലാശാല സനാതന ധർമ്മപീഠവും ഭാരതീയ വിചാര കേന്ദ്രവും നടത്തുന്ന സെമിനാറിൽ പങ്കെടുക്കാൻ ജീവനക്കാർക്ക് വൈസ് ചാൻസലർ അനുമതി നൽകി. കൂടുതൽ വിവരങ്ങളുമായി അരുൺ പാറക്കൽ ചേരുന്നുണ്ട്. അരുൺ, ആ ബാനർ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ? അരുൺ, ഉന്മേഷ, ബാനർ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. എനിക്ക് പുറകിൽ കാണുന്ന ഈ കാലിക്കറ്റ് സർവകലാശാലയിലെ
ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിന് തൊട്ട് മുൻപിലാണ് സംഘി ചാൻസലർ വാപ്പസ് ജാവോ എന്ന വാക്യങ്ങൾ എഴുതി മുദ്രാവാക്യങ്ങളോടെയുള്ള SFIയുടെ കറുത്ത ബാനറുള്ളത്. അതിന് തൊട്ടപ്പുറത്തെ 3 ബാനറുകളാണ് ഈ സർവകലാശാല കവാടം മുതൽ ഈ ഗസ്റ്റ് ഹൗസ് വരെ 3 ബാനറുകളാണ് SFI സ്ഥാപിച്ചത്. ഇത് ഇന്ന് ഉച്ചയ്ക്ക് 12:58 കോഴിക്കോട്ടെ വിവാഹ ചടങ്ങ് കഴിഞ്ഞ് തിരിച്ചെത്തിയ ഗവർണർ ഇത് കണ്ട് പ്രകോപിതനായി പുറത്തിറങ്ങുകയായിരുന്നു. അതിനുശേഷം രാജ്ഭവൻ സെക്രട്ടറിയോട് നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ട് ഇതിൽ വിശദീകരണം നേടാൻ ആവശ്യപ്പെട്ടു, ഇതിൽ കത്ത് നൽകാൻ ആവശ്യപ്പെട്ടു. എന്തായാലും വൈസ് ചാൻസലർക്ക് ഇത് സംബന്ധിച്ച വൈസ് ചാൻസലറോട് ഇത് സംബന്ധിച്ച വിശദീകരണം, ഇതിൽ എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തത്, ഇത് അഴിച്ചു മാറ്റാൻ പോലീസിനോട് എന്തുകൊണ്ടാണ് ആവശ്യപ്പെടാത്തത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ രാജ്ഭവനിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൽ ഉടൻ തന്നെ വൈസ് ചാൻസലർ വിശദീകരണം നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ SFIയുടെ പ്രതിഷേധമൊന്നും ക്യാമ്പസിൽ ഇല്ല. ഗവർണർക്കെതിരെ പ്രതിഷേധങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല. SFI പ്രതിഷേധിക്കില്ല. ഇന്ന് കല്യാണ വിവാഹ പരിപാടികളായതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവില്ല എന്ന് SFI സംസ്ഥാന നേതൃത്വം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. പക്ഷേ ഇത്തരമൊരു സാഹചര്യത്തിൽ ഗവർണർ ഈ കറുത്ത ബാനറുകൾ അഴിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ അതിനെ ചെറുക്കുക എന്നത് SFIയുടെ ഒരു അഭിമാന പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ നാളെ മുതൽ ശക്തമായ പ്രതിഷേധമുണ്ടാകും. ഈ ബാനർ അഴിച്ചു മാറ്റുന്ന സമയത്തൊക്കെ തന്നെ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ഗവർണർക്ക് സർവകലാശാലയിലെ ഔദ്യോഗിക പരിപാടി നാളെ 3:30 നിശ്ചയിച്ചിട്ടുള്ളത്. കാലിക്കറ്റ് സർവകലാശാല സനാതന ധർമ്മപീഠം ചെയറും ഭാരതീയ വിചാര കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിൻ്റെ പ്രവാചകൻ എന്ന പരിപാടിയാണ് ഗവർണർ സംസാരിക്കുന്നത്. അത് RSSന്റെ പ്രചാർ വിഭാഗമാണ് ആ പരിപാടിക്ക് തന്നെ നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ SFI ആരോപിക്കുന്നത് പോലെ ഇത് ഒരു സംഘപരിവാർ പരിപാടിക്ക് വേണ്ടി ഗവർണർ സർവകലാശാലയിലേക്ക് എത്തി വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി ഗവർണർ ഒന്നും ചെയ്യുന്നില്ല എന്ന ഒരു ആരോപണം ഉയർത്തിക്കൊണ്ടായിരിക്കും പ്രധാനമായും നാളത്തെ പ്രതിഷേധമുണ്ടാവുക. ആ പ്രതിഷേധ സ്ഥലത്തേക്ക് മാർച്ച് നടത്തുന്നതിനുൾപ്പെടെയുള്ള പദ്ധതികൾ SFI ആസൂത്രണം ചെയ്യുന്നുണ്ട്. എന്തായാലും BJPയുടെയും RSSന്റെയും നേതാക്കൾ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഒരു അന്തിമ ചിത്രം ആരൊക്കെ പങ്കെടുക്കും എന്നതിനെ സംബന്ധിച്ചൊരു അന്തിമ ചിത്രമുണ്ടാവും. യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പരിപാടിയിൽ നാളെ നടക്കുന്ന സെമിനാറിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. RSSന്റെ നേതൃത്വത്തിൽ ആരൊക്കെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേരുമെന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു വ്യക്തതയില്ല. പക്ഷേ വൈകുന്നേരത്തോടുകൂടി ഇതിലൊരു അന്തിമ ചിത്രം ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും SFI ശക്തമായി ഈ പരിപാടി സമയത്ത് ശക്തമായ പ്രതിഷേധമുയർത്താനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഉന്മേഷ്, അങ്ങനെ RSS പരിപാടിക്ക് ഗവർണർ സർവകലാശാല ജീവനക്കാർക്ക് പങ്കെടുക്കാനുള്ള അനുമതി നൽകുന്നു. ജനാധിപത്യ രീതിയിൽ ഉയർത്തിയൊരു ബാനർ അത് നീക്കാനും ചാൻസലർ കൂടിയായ ഗവർണറുടെ നിർദ്ദേശമുണ്ടാവുകയാണ്. വാഗേരിയിലേത് നരഭോജി കടുവ തന്നെ. നരഭോജി കടുവയ്ക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കല്ലൂർക്കുന്നിൽ പശുവിനെ കൊന്നത് നരഭോജി കടുവ തന്നെയെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. കൂടല്ലൂരിലെ പ്രജീഷിനെ കൊലപ്പെടുത്തിയ അതേ കടുവ തന്നെയാണ് 5 കിലോമീറ്റർ അകലെ ഞാറ്റാടിയിലും ഇറങ്ങിയത് എന്ന് കാൽപ്പാടുകൾ പരിശോധിച്ചപ്പോൾ വ്യക്തമായിട്ടുണ്ട്. വനംവകുപ്പിന്റെ പരിശോധന തുടരുകയാണ്. ഈ പശുവിനെ നമ്മൾ ഇരയായി വെച്ച് ജനവാസ കേന്ദ്രത്തിൽ നിന്നും മാറ്റി സുരക്ഷിതമായ ഒരു സ്ഥലം നോക്കി ഈ കൂട് നമ്മൾ സ്ഥാപിക്കുകയും ആ കൂട്ടിൽ പരമാവധി ഡിസ്റ്റർബൻസ് ഒഴിവാക്കുകയും ഈ കടുവയെ ഈ കൂട്ടിൽ കയറ്റാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ പ്രദേശത്തുള്ള വീടുകളെല്ലാം തന്നെ അവരുടെ ആലയിലടക്കം ലൈറ്റ് ഇടുവാനും ഈ കൂട് വെക്കുന്ന പരിസരം മാത്രം ലൈറ്റ് ഇടാതെ നോക്കുവാനും ഉള്ളൊരു നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി സുജിത്ത് അയ്യപ്പത്തുണ്ട്. സുജിത്ത്, ഇതിപ്പോൾ എത്ര ദിവസമാകുന്നു അവിടുത്തെ ജനങ്ങൾ ഇങ്ങനെ ആശങ്കയിൽ കഴിയാൻ തുടങ്ങിയിട്ട്? പരിഹാരമാകുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ കടുവ കാണാമറയത്ത് തന്നെ തുടരുന്നത്? വനംവകുപ്പ് ഒരുക്കുന്ന കെണിയുണ്ട്, ക്യാമറ ട്രാപ്പുണ്ട്, അങ്ങനെ എല്ലാം സജ്ജമാണല്ലോ സുജിത്ത്. പക്ഷെ അപ്പോഴും പിടിയിലാകുന്നില്ല. ജനങ്ങളുടെ ആശങ്ക തുടരുകയാണല്ലോ. ഉന്മേഷ, വാഗേരിയിലെ പ്രജീഷിൻ്റെ മരണം നടന്ന 9ാം നാളാണ് ഇന്ന്. ഏതാണ്ട് ഈ ഒരു സമയത്താണ് ആ വാർത്ത, ലോകത്തെ ഞെട്ടിച്ച ആ വാർത്ത പുറം ലോകത്ത് എത്തുന്നത്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന സ്ഥിതി തന്നെയാണ് ഇവിടുത്തെ വയനാടൻ കർഷകരുടെ ഒരു പൊതുസ്ഥിതി. എന്തായാലും ഈ വാഗേരിയിൽ നിന്ന് ഏതാണ്ട് 5 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ കല്ലൂർക്കുന്ന് എന്ന് പറയുന്ന പ്രദേശം. ഈ പ്രദേശത്താണ് ഇന്നലെ രാത്രി അർദ്ധരാത്രിയിൽ കടുവ എത്തുകയും
ഈ കുടുംബത്തിൻ്റെ ആശ്രയമായ ഒരു പശുവിനെ പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തത്. 5 മാസം ചെനയുള്ള പശുവായിരുന്നു. വാഗയിൽ സന്തോഷിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ആ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ പിതാവും മാതാവും ഉള്ള ഒപ്പം ഭാര്യയും 2 മക്കളുമുള്ള കുടുംബമാണ് സന്തോഷിൻ്റേത്. അദ്ദേഹത്തിൻ്റെ വരുമാനം കൊണ്ട് മാത്രമാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പിതാവിന് കണ്ണ് കാണില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ പോലും കൃഷിയെ ആശ്രയിച്ച് മാത്രം ജീവിതം മുന്നോട്ട് പോകുന്ന ആളുകളാണിത്. ഇപ്പോൾ ഏതാണ്ട് ഒരു 15 ആടുകളുണ്ട്. 15 ആടുകൾ ഉണ്ട്, ഒപ്പം തന്നെ 2 പശുക്കളുമുണ്ട്. അതിലെ ഒരു പശുവിനെയാണ് ഇന്നലെ രാത്രി ഈ കടുവ ഇവിടെ പിടിച്ച് വലിച്ചിഴച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചത്. അത് പിന്നീട് അതിൻ്റെ മൃതദേഹം ഇപ്പോൾ ഇവിടെ തന്നെ സ്ഥാപിച്ച ഒരു കെണിയിൽ വെച്ചുകൊണ്ട് ഉള്ളൊരു തന്ത്രമാണ് വനംവകുപ്പ് ഇപ്പോൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഇപ്പുറത്ത് നിൽക്കുന്ന ഈ തൊഴുത്താണ്, ഈ തൊഴുത്തിൻ്റെ സമീപത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഭാഗത്ത് ഇപ്പോൾ മറച്ചു കെട്ടി അത്തരത്തിലുള്ള നടപടികളിലേക്ക് സന്തോഷവും ഒപ്പമുള്ള നാട്ടുകാരും എല്ലാം ചേർന്ന് പോയിട്ടുണ്ട്. എന്തായാലും ഇവരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്കയുടെ മുഖത്ത് തന്നെയാണ് വയനാടൻ കർഷകരുടെ ജീവിതം തെളിയിക്കുകയാണ് ഇത്തരം സംഭവങ്ങൾ. ചേട്ടാ, എത്രത്തോളം ഉണ്ട് നിങ്ങളുടെ ഒരു ആശങ്ക? എന്താണ് ഈ ആശങ്ക എന്താണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈ പ്രദേശത്തുള്ള ജനങ്ങൾ ഇങ്ങനെയുള്ള കൃഷികളും ഇങ്ങനെ കർഷകരും കൃഷിക്കാരും ഒക്കെയാണ്. ഈ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ഇവിടെ ഒരു കാരണവശാലും ജീവിക്കാൻ പറ്റാത്തൊരു നിവൃത്തിയായി. കാരണം ഇതിൽ ഏറ്റവും നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 2 ദിവസമായിട്ടുള്ള അനാസ്ഥയുടെ ഒരു കൊടും തെളിവാണ് ഇന്നലെ ഈ പശുക്കിടാവിനെ ഇവിടെ കടുവ പിടിക്കാൻ കാരണമായത്. കാരണം ഈ 2 ദിവസം മുന്നേ കടുവയുടെ കാൽപ്പാടും കാഷ്ടമടക്കം കാണുകയും അവരെ വിളിച്ചറിയിക്കുക, അവർ വന്ന് കാൽപ്പാട് നോക്കിയത് കടുവയാണെന്നും എല്ലാം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടും ഇന്നലെ ഈ റൂട്ടിൽ അവർ വണ്ടിയിട്ട് കാവൽ നിന്നിട്ടും ഈ കൃഷിയെടുക്കാതെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് കയറി പരിശോധിക്കാനോ ഒരു അന്വേഷണത്തിനോ ഒരു ക്യാമറ സ്ഥാപിക്കാനോ ഒന്നിനും ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥനും തയ്യാറായിട്ടില്ല. ആ ഒരൊറ്റ അനാസ്ഥയാണ് ഇന്ന് രാവിലെ ഇവിടെ ജനങ്ങൾ കണ്ടത്. ഈ പശുക്കിടാവിനെ 5 മാസം ചെനയുള്ള പശുക്കിടാവിനെ, കാരണം ഞങ്ങളുടെ ജീവിതമാണിത്. ഇതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. വേറൊന്നും ഉണ്ടെങ്കിൽ ആരും ഈ കൃഷിയിലേക്ക് ഇതിലേക്ക് മാറില്ല. സ്ഥലമുണ്ടെങ്കിൽ അതിൽ കൃഷിയെടുക്കാൻ കഴിയില്ല. കൃഷി ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടാനില്ല. കാരണം വന്യമൃഗങ്ങളുടെ ശല്യം അത്ര രൂക്ഷമായി. ഒന്ന് ഇറങ്ങി നടക്കാനോ ഒരു പറമ്പിലേക്ക് ഇറങ്ങാനോ ഒന്നും കഴിയാത്തൊരവസ്ഥയാണ്. പക്ഷേ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു ഇതും ഇല്ല. ഇന്നിപ്പോൾ അവരിവിടെ വന്നു, ഈ കടുവ പിടിച്ചു കഴിഞ്ഞപ്പോൾ ആ പശുക്കിടാവിൻ്റെ ഇവിടെ 2 ക്യാമറ സ്ഥാപിച്ചു. അത് കഴിഞ്ഞപ്പോൾ രാവിലെ അവർ ആ ബോഡി നേരെ കൂട്ടിലാക്കി. കടുവ ഇന്ന് വരും എന്നൊരു പ്രതീക്ഷയുണ്ട്. അതിനെ പിടിക്കാനുള്ള സജ്ജീകരണം കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് 2 ദിവസം മുന്നേ ഇവരൊരു തിരച്ചിൽ നടത്തുമായിരുന്നെങ്കിൽ ഇവിടെ ഈ ചെറിയ കാടുകളിൽ പതുങ്ങിയിരുന്ന ഈ കടുവയെ ഇവർക്ക് കണ്ടെത്താമായിരുന്നു. ശരിക്കും ഇവരുടെ അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു ജീവിതത്തെ ആശ്രയിച്ചാണല്ലേ മുന്നോട്ട് പോകുന്നത്? അതെ. ഈ ആടിനെയും കന്നാലിനെയൊക്കെ വളർത്തി ജീവിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ടാണ് ഈ പണികളൊക്കെ ചെയ്യുന്നത്. ഇപ്പം ആ പ്രതീക്ഷയാണ് വലിയൊരു അവരുടെ ഈ കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ് ഇപ്പം നഷ്ടം വന്നിരിക്കുന്നത്. നെൽകൃഷിയൊന്നും ചെയ്ത് ജീവിക്കാൻ പറ്റിയില്ല. മൃഗങ്ങളുടെ ശല്യം കാരണം അതൊക്കെ നിർത്തി. ഇപ്പം ആടും കന്നാലി വളർത്തിയിട്ടൊക്കെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഇവർ പറയുന്നത് തന്നെ ഉന്മേഷിന് ബോധ്യപ്പെട്ടിരിക്കുമെന്നാണ് കരുതുന്നത്. കാരണം വയനാടൻ കർഷകരുടെ ജീവിതം ഈ വിധമാണ്. നെല്ലിട്ടാൽ അത് പന്നിയും മാനും എല്ലാം തന്നെ കുത്തി മലർത്തി തിന്ന് പോകുന്നൊരവസ്ഥ. പച്ചക്കറി വർഗ്ഗങ്ങളും ഇട്ടാൽ അതും സമാനമായ രീതിയിൽ തന്നെ പന്നി കുത്തുന്ന അവസ്ഥ, ആന ഇറങ്ങുന്ന അവസ്ഥ. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ദുരിതം തന്നെയാണ് ഈ മേഖലയിലെ മനുഷ്യർക്ക് ഉള്ളത്. ഇതിനിടയിലാണ് ഒരു നരഭോജി കടുവയുടെ വരവ്. അത് പ്രജീഷ് എന്ന യുവ കർഷകൻ്റെ ജീവൻ കവർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ആശങ്ക ഈ മേഖലയിലുണ്ട്. സന്തോഷ് തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് വനം വകുപ്പ് പറഞ്ഞിട്ടുള്ളത്? വനം വകുപ്പ് എന്തായാലും കൂട് വെച്ചല്ലോ. വൈകുന്നേരം അപ്പോൾ അതിനോട് ചോദിച്ചാൽ പശുവിന് തന്നെ തരുമോന്ന് കൂടുതൽ ഇടാൻ വേണ്ടി. അപ്പോൾ ഞാൻ എടുത്തോളാൻ പറഞ്ഞു. നമുക്കതിനോട് കാര്യമില്ലല്ലോ, കുഴിച്ചിട്ടൊരു കാര്യമില്ല. അപ്പോൾ കടുകൂട് കൊണ്ട് കുടുങ്ങിക്കോട്ടെ. അപ്പോൾ ഡോക്ടർ വന്നെല്ലാം കാര്യങ്ങൾ ചെയ്ത് പോയിട്ടുണ്ട്. നാളെ ഡോക്ടർ അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ തീരുമാനിക്കാമെന്ന് പറഞ്ഞു നമുക്ക് എന്താ നഷ്ടപരിഹാരം തരേണ്ടതെന്ന്. ശരിക്കും 5 മാസം ചെനയുള്ള നല്ല പശുവാണ്. എൻ്റെ അമ്മയ്ക്ക് 25 ലിറ്റർ പാലുണ്ട്. 25 ലിറ്റർ പാലുണ്ട് അമ്മയ്ക്ക്. നഷ്ടം നികത്താൻ പറ്റുന്നില്ല. ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി വളർത്തിക്കൊണ്ടിരുന്നല്ലേ. ജീവിക്കാനൊരു മാർഗം കണ്ടുപിടിച്ച് ചെയ്തുകൊണ്ടിരുന്നതാണ്. അത്രമാത്രം ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ച്. ഇത് ഒറ്റ സന്തോഷിൻ്റെ മാത്രം പ്രശ്നമല്ല, ഇവിടുത്തെ പലരുടെയും ജീവിതം ഈ വിധത്തിൽ തന്നെയാണ്. എന്തായാലും വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായൊരു നടപടി ഉണ്ടാകണം. കടുവ ഈ കെണിയിൽ കുടുങ്ങുമെന്നുള്ള പ്രതീക്ഷ ആളുകളെ സംബന്ധിച്ചുണ്ട്. അത്തരം പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പലതരത്തിലുള്ള പരിശോധനയും അന്വേഷണവും എല്ലാം തന്നെ വനംവകുപ്പ് നടത്തുന്നുണ്ട്. RRT സംഘം കൂടുതലായിട്ട് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഡ്രോൺ ഉപയോഗിക്കുന്നുണ്ട്. അത്തരത്തിലാണ് പരിശോധന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കടുവ കെണിയിൽ വീഴുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇവിടുത്തെ ആളുകൾക്കുള്ളത്, വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ളത്, മാധ്യമ പ്രവർത്തകർക്കുമുള്ളത്. എന്തായാലും അത് സംഭവിക്കട്ടെ എന്ന് തന്നെയാണ് കരുതുന്നത്.
ശരി സുജിത്ത്, ഏതായാലും ആ ജനങ്ങളുടെ ആശങ്ക എത്രയും വേഗം അകലേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള നടപടികൾ വനവകുപ്പ് സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോഴും ഇപ്പോഴും കുടുങ്ങിയിട്ടില്ല കടുവ. സുജിത്ത് ഈ 10 വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇന്ന് സംഭവിച്ചതിലേക്ക് വീണ്ടും ഒട്ടേറെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. ഈ കാലാവസ്ഥാ അറിയിപ്പുകൾ സംബന്ധിച്ച്, ഏറ്റവും പുതിയ അറിയിപ്പുകൾ സംബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലൊക്കെ മഴ തുടരും എന്നുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പ് ഇപ്പോൾ വരുന്നുണ്ട്. 1 മണിക്ക് നൽകിയ മുന്നറിയിപ്പ് പ്രകാരം പത്തനംതിട്ടയിലൊക്കെ ഓറഞ്ച് അലേർട്ടാണ്, മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട്. ഏതായാലും മഴ തുടരും. ഈ തെക്കൻ ജില്ലകളിൽ മഴ കനക്കും എന്നുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പാണ് ഈ മണിക്കൂറിൽ നിലനിൽക്കുന്നത്. വീണ്ടും കോവിഡ് ഭീതി. ഒരിടവേളയ്ക്ക് ശേഷം കേരളത്തിൽ കോവിഡ് വ്യാപിക്കുകയാണ്. 302 പേർക്ക് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചു. 4 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. ഈ മാസം മാത്രം 9 പേരാണ് സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചത്. നിലവിൽ 1523 പേർ കോവിഡ് ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്. സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചത് ഉപവകഭേദമാണെന്നും ആശങ്ക വേണ്ടെന്നുമാണ് ആരോഗ്യമന്ത്രിയുടെ നിലപാട്. ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഈ പുതിയ ഒരു ഉപവകഭേദമാണ്. അത് ഇവിടെ കണ്ടെത്തി എന്നുള്ളതേ ഉള്ളൂ. മാസങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ കുറേ 2-3 മാസങ്ങളിൽ സിംഗപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയ ഇന്ത്യക്കാരായിട്ടുള്ള യാത്രക്കാരെ അവർ ജീനോമിക് സീക്വൻസിങ്ങിന് വിധേയരായപ്പോൾ ഇത് കണ്ടിരുന്നു. അതായത് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ഇത് ഉണ്ട്. പക്ഷേ കേരളം ഇത് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. എല്ലാ കാലത്തും എന്നുള്ളതുപോലെ തന്നെ കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനങ്ങൾ അത്രത്തോളം മികച്ചതായതുകൊണ്ട് ജനിതക ശ്രേണീകരണത്തിലൂടെ നമ്മളത് കണ്ടെത്തി എന്നുള്ളതാണ്. ആശങ്കപ്പെടേണ്ടതില്ല. സൂക്ഷ്മമായി ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. എന്നാൽ ജാഗ്രത ഉണ്ടാകണം. പ്രത്യേകിച്ച് കോമോബിഡിറ്റീസ് ഉള്ളവർ അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ്. ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഈ പുതിയ ഒരു ഉപവകഭേദമാണ്. അത് ഇവിടെ കണ്ടെത്തി എന്നുള്ളതേ ഉള്ളൂ. മാസങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ കുറേ MG പ്രതീഷുണ്ട്. പ്രതീഷ്, ആശങ്ക വേണ്ടെന്ന് ആരോഗ്യമന്ത്രി പറയുന്നു. നിലവിലെ സാഹചര്യത്തെ എങ്ങനെയാണ് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നത്? പ്രതീഷ്. ഉന്മേഷ, നവംബർ മാസത്തോടെയാണ് സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ ഉയർന്നു തുടങ്ങിയത്. ഈ വർഷം ആദ്യം സംസ്ഥാനത്ത് കോവിഡ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും വളരെ കുറഞ്ഞ എണ്ണം ആളുകൾക്ക് മാത്രമായിരുന്നു രോഗം സ്ഥിരീകരിച്ചിരുന്നത്. 7 മാസത്തിന് ശേഷമാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഉണ്ടാകുന്നത്. 302 പ്രതിദിന കോവിഡ് ബാധിതരാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. ഇത് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരുടെ കണക്കാണ്. 1523 ആക്റ്റീവ് കേസുകൾ സംസ്ഥാനത്ത് നിലവിലുണ്ട്. അതായത് 1500-1500-ലധികം രോഗികൾ കോവിഡ് ബാധിച്ച നിലവിൽ ചികിത്സയിലാണ്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിൽ ഇല്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. എന്നാൽ പ്രത്യേക ജാഗ്രത വേണം. ഗുരുതരമായ രോഗമുള്ളവരും ഒപ്പം പ്രായമായവരും ഗർഭിണികളും അടക്കം പ്രത്യേക ജാഗ്രത ഈ ഘട്ടത്തിൽ വേണമെന്ന ഒരു നിർദ്ദേശം കൂടി ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. കാരണം ഈ പ്രതിരോധ വാക്സിൻ ഭൂരിഭാഗം പേരും എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാക്സിൻ്റെ ഒരു പ്രതിരോധം എല്ലാവരിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ രോഗം തീവ്രമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിലവിൽ പോകുന്നില്ല. അതേസമയം രോഗവ്യാപനം കൂടുതലാണ്. ഒമിക്രോൺ വകഭേദമാണ് നിലവിൽ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. JN1 എന്ന ഉപവകഭേദമാണ്. ഇത് വലിയ വ്യാപന ശേഷിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളിലേക്ക് രോഗം പടരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള ഈ നിയന്ത്രണങ്ങൾ, സ്വയം നിയന്ത്രണം അടക്കം എടുക്കാം എന്നതാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. മാത്രമല്ല, നിലവിൽ ഈ പകർച്ചപ്പനിയുടെ ഒരു സീസൺ കൂടിയാണ്. നിരവധി ആളുകൾ പകർച്ചപ്പനി ബാധിച്ച ആശുപത്രികളിൽ ചികിത്സ തേടുന്നുണ്ട്. ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ കോവിഡ് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവർ കൃത്യമായി പരിശോധന നടത്തുകയും കോവിഡ് ടെസ്റ്റ് ഉൾപ്പെടെ നടത്തി ആവശ്യമായ വൈദ്യസഹായം തേടണമെന്ന നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഈ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. അതേസമയം ഈ പരിശോധിക്കുമ്പോൾ പലപ്പോഴും ഈ വലിയ തരത്തിലുള്ളൊരു പരിശോധന സംസ്ഥാനത്ത് നടക്കുന്നില്ല. കാരണം ഈ ശസ്ത്രക്രിയയ്ക്ക് ആശുപത്രികളിൽ എത്തുന്ന രോഗികളൊപ്പം വിദേശത്തേക്ക് തയ്യാറെടുക്കുന്നു. ഇവരൊക്കെയാണ് നിലവിൽ കോവിഡ് പരിശോധനകൾ നടത്തുന്നത്. ഈ സാഹചര്യത്തിൽ ഇത്തരം പരിശോധനകൾ നടക്കുമ്പോൾ മാത്രമാണ് ഈ കോവിഡ് പോസിറ്റീവ് ആകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ ആളുകളിലേക്ക് രോഗം പടരാനുള്ളൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഒരു പ്രതിരോധം മതി. നിലവിൽ അത്തരത്തിലൊരു ആശങ്കപ്പെടേണ്ട വലിയ ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലവിലില്ല എന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രിയും പറയുന്നത്. ആരോഗ്യവകുപ്പ് കൃത്യമായും സംസ്ഥാനത്തെ ഒരു സാഹചര്യം നിരീക്ഷിച്ചു വരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ വലിയ കരുതൽ നിയന്ത്രണങ്ങൾ വേണമെങ്കിൽ ആ ഘട്ടത്തിൽ നടപടിയെടുക്കുമെന്ന വിശദീകരണമാണ് ആരോഗ്യവകുപ്പും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും നൽകുന്നത്. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ആരോഗ്യമന്ത്രി നേരത്തെ വിശദീകരിച്ച പോലെ തന്നെ കോവിഡിന്റെ ഉപവകഭേദമായ JN1 ആണ് ഇപ്പോൾ പടരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ന് സംഭവിച്ചതിലേക്ക് വീണ്ടും അതിക്രമം അതീവ ഗുരുതരം.
പാർലമെന്റ് ആക്രമണം അതീവ ഗൗരവതരമെന്ന് പ്രധാനമന്ത്രി. സംഭവിച്ചതിനെക്കുറിച്ച് വിശദ പരിശോധന നടത്തും. വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ഉചിതമല്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതിനിടെ പാർലമെന്റ് ആക്രമണത്തിൽ പങ്കെടുത്തവരുടെ ഫോണിന്റെ ഭാഗങ്ങൾ രാജസ്ഥാനിൽ കണ്ടെത്തി. എല്ലാവരുടെയും ഫോണുകൾ രാജസ്ഥാനിൽ വെച്ച് നശിപ്പിച്ചതായി മുഖ്യപ്രതി ലളിത് ജ മൊഴി നൽകിയിരുന്നു. കണ്ടെടുത്ത ഭാഗങ്ങൾ ഡൽഹി പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ആർ രാധാകൃഷ്ണനുണ്ട് വിവരങ്ങളുമായി. ഡൽഹിയിൽ നിന്ന് ആർക്കെ പ്രധാനമന്ത്രി എന്താണ് വ്യക്തമാക്കിയത്? നിലവിലുള്ള സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന പ്രതിഷേധം അത് അനുചിതമാണ് എന്നാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഈ മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത്. പ്രധാനമന്ത്രി പറയുന്നത് നടന്ന സംഭവത്തിന്റെ വ്യാപ്തി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്ക അത് കുറച്ചു കാണുന്നില്ല. ഈ സാഹചര്യത്തിൽ ഏറ്റവും അടിസ്ഥാനമായി വേണ്ടത് ഉചിതമായിട്ടുള്ള അന്വേഷണമാണ്. ആ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആ അന്വേഷണം എല്ലാ തലങ്ങളിലേക്കും വ്യാപിപ്പിച്ച് കൂടുതൽ കണ്ടെത്തലുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. അതിനു പകരം ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് അനുചിതമാണ് എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. നാളെ പാർലമെന്റ് സമ്മേളനം പുനരാരംഭിക്കുകയാണ്. ഈ പാർലമെന്റ് സമ്മേളനം പുനരാരംഭിക്കുമ്പോൾ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി ഇന്ന് ഈ വിശദീകരണവുമായിട്ട് രംഗത്ത് എത്തിയിരിക്കുന്നത്. പ്രതിപക്ഷത്തെ അനുനയിപ്പിക്കാനായി കഴിഞ്ഞ ദിവസം സ്പീക്കറും ഈ എല്ലാ അംഗങ്ങൾക്കും കത്ത് എഴുതിയിരുന്നു. ആ കത്ത് തള്ളുന്ന ഒരു നടപടിയാണ് പ്രതിപക്ഷ നിര ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അത് പരിഗണിക്കുന്നതല്ല സ്പീക്കറുടെ കത്ത് എന്നാണ് അവർ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നാളത്തെ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അന്വേഷണവും സമാന്തരമായിട്ട് ഡൽഹി പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ എന്ന രീതിയിൽ ഇന്നുള്ളത് ഡൽഹി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ രാജസ്ഥാനിൽ നിന്ന് ലളിത് ഷാ നശിപ്പിച്ച ഫോണിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ്. ഇത് പിന്നീട് ഫോറൻസിക് പരിശോധനയ്ക്ക് വിട്ടിരിക്കുകയാണ്. ഉന്മേഷ്. ശരി, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. താമരശ്ശേരി ചുരത്തിൽ കാർ തടഞ്ഞ് 68 ലക്ഷം രൂപ കവർന്ന കേസിൽ കൊടുങ്ങല്ലൂർ സ്വദേശികളായ 2 പേർ പിടിയിലായി. തോമസ്, ഷാമോൻ എന്നിവരെയാണ് താമരശ്ശേരി പോലീസ് പിടികൂടിയത്. ബുധനാഴ്ച രാത്രിയാണ് കർണാടക സ്വദേശി വിശാലിന്റെ കയ്യിൽ നിന്ന് 8 അംഗ സംഘം പണം കവർന്നത്. അഭിജിത്ത് മുഴക്കുന്നുണ്ട്. അഭിജിത്ത്, വിവരങ്ങൾ. ഉന്മേഷ്, ബുധനാഴ്ചയാണ് ഈ മോഷണം നടന്നത്. ചുരം 9-ാം വളവിന് സമീപത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു 8-അംഗ സംഘം ഈ യുവാവിന്റെ പക്കൽ നിന്ന് 68 ലക്ഷം രൂപ കവരുന്നത്. ഇയാൾ മൈസൂർ സ്വദേശിയാണ്, വിശാൽ എന്നാണ് പേര്. ഇയാൾ ഈ മൈസൂരിൽ നിന്ന് കൊടുവള്ളിയിലേക്ക് സ്വർണം വാങ്ങാനായി പോവുകയായിരുന്നു. ഈ സമയത്ത് 9-ാം വളവിന് സമീപത്ത് വെച്ച് ഒരു സംഘം കാറിൽ പിന്തുടരുകയും തുടർന്ന് ഈ വിശാലിന്റെ വാഹനത്തെ തടഞ്ഞു നിർത്തി ഈ വിശാലിനെ പുറത്തിറക്കി മർദ്ദിക്കുകയും തുടർന്ന് വിശാലിന്റെ കൈവശമുണ്ടായിരുന്ന 68 ലക്ഷം രൂപയും ഒപ്പം മൊബൈൽ ഫോണും കവരുകയുമായിരുന്നു. തുടർന്ന് ഈ വിവരം പോലീസിനെ അറിയിച്ചാൽ കൊല്ലുമെന്നടക്കമുള്ള ഭീഷണി ഈ സംഘം നടത്തുകയും ചെയ്തു. തുടർന്ന് 2 ദിവസം കഴിഞ്ഞ് വെള്ളിയാഴ്ചയാണ് വിശാൽ പോലീസിന് പരാതി നൽകുന്നത്. താമരശ്ശേരി പോലീസിന് പരാതി നൽകുകയായിരുന്നു. തുടർന്ന് പോലീസ് CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കൊടുങ്ങല്ലൂർ സ്വദേശികളാണ് പ്രതികൾ എന്നുള്ള ഒരു അനുമാനത്തിലേക്ക് എത്തിയത്. തുടർന്ന് താമരശ്ശേരി CIയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഈ സംഘത്തിലെ 2 പേരെ കൊടുങ്ങല്ലൂരിലെത്തി പിടികൂടുകയായിരുന്നു. തോമസ്, ഷാമോൻ, ഇങ്ങനെയാണ് ഈ പിടിയിലായ 2 പേരുടെ പേര്. മറ്റ് 6 പേരെ കുറിച്ച് കൂടിയുള്ള വിവരം പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഒരു കാറും, ഇവർ 2 കാറുകളിലായാണ് എത്തിയത് എന്നുള്ളൊരു വിവരവും ലഭിക്കുന്നു. അതിലൊരു കാർ പോലീസിന് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മറ്റേ കാറും കണ്ടെടുക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെ ഈ 68 ലക്ഷം രൂപയ്ക്കായുള്ള ഒരു അന്വേഷണവും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഊർജിതമായി നടക്കുന്നുണ്ട്. ഉന്മേഷ്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർത്തിയാകുന്നു.